ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. ലിവിങ് ഏരിയയോ അല്ലെങ്കിൽ ഡ്രോയിങ് ഏരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമുകളോ സീലിംഗ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഡിസൈനുകൾ അവൈലബിൾ ആണ്. നമുക്ക് അതിലുള്ള ഡിസൈനിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്ന ഡിസൈനിങ് ആണ്. നമുക്ക് നോക്കി അറിയാൻ തന്നെ അറിയാൻ പറ്റും. അതായത് സൈഡിൽ നിന്ന് വാൾ ഭിത്തിയിൽ നിന്നും ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ്, അതായത് 40 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു സ്റ്റാൻഡ് അടിച്ചു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും അടുത്ത സീലിംഗ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിന് ശേഷമാണ് ചെറിയ ചെറിയ കോളങ്ങൾ ഫാൻ്റെ ഏരിയകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കറക്റ്റായിട്ട് ഫാൻ വരുന്നത്. ഫാനിൻ്റെ കറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ റാഡ് ഇറക്കിയിടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സീലിംഗ് ഓൾറെഡി ചെയ്യുന്ന സമയത്ത് ഫാൻ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാൾ ഫാനാണെങ്കിൽ പ്രശ്നമില്ല. അതല്ല, സീലിംഗ് ഫാൻ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് കണക്കാക്കി ഏകദേശം സീലിംഗ് കഴിഞ്ഞതിന് ശേഷം 9 ഇഞ്ചെങ്കിലും താഴേക്ക് വരണം. 9 ഇഞ്ചെങ്കിലും താഴേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഫാൻ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ഡ്രോയിങ് ഏരിയയിൽ, ലിവിങ് ഏരിയയിൽ തന്നെ വരുന്ന അതിൻ്റെ അറ്റാച്ച് ചെയ്ത് വരുന്നതാണ്. ഇത് കൊടുത്തിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ സൈഡ് വാളിൽ നിന്ന് ഏകദേശം ഫസ്റ്റ് സീലിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ മെയിനായിട്ട് ലൈറ്റുകളൊക്കെ വരുന്നത്. കോർണർ ലൈറ്റുകളിൽ നമ്മൾ സീലിംഗ് ലൈറ്റ്സുകൾ കട്ട് ചെയ്തിട്ടാണ്, അത് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം സെൻറ്ററിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടോ, ആ ഗ്യാപ്പിലാണ് LED സ്ട്രിപ്പ് വരുന്നത്. ചെറിയ ഒരു ഷെയ്ഡ് പോലെ അടിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതിലാണ് നമുക്ക് ഓൾറെഡി സ്ട്രിപ്പ് ലൈറ്റ് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പോയിൻ്റ് ഇട്ട് വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്വയറുകൾ കാണിച്ചിരിക്കുന്നുണ്ടോ, ഈ ചെറിയ 4 സ്ക്വയറുകൾ, ഈ സ്ക്വയറുകളിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ തീരുമാനിക്കണം എവിടേക്കാണ് പോയിൻ്റ് വേണ്ടത്. അതിനുശേഷം അപ്പോൾ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനുശേഷം അതിലേക്ക് എല്ലാ പൈപ്പുകളും എത്തിച്ചേരണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ജിപ്സത്തിനനുസരിച്ചിട്ട് ലൈറ്റ് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന വയറിട്ട് കണക്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഒരു പാസിംഗ് ഏരിയയാണ്. പാസിംഗ് ഏരിയയിൽ ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ വയർ ഓൾറെഡി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ വയർ ബാക്ക് സൈഡാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വയർ, അതായത് അവിടെയാണ് ലൈറ്റ് പോയിൻ്റ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കി അറിയാൻ പറ്റും, 4 സൈഡുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ലൈറ്റ് സെലക്ട് ചെയ്യുക, റൗണ്ട് ലൈറ്റ് വേണമെങ്കിൽ റൗണ്ട് ലൈറ്റ് സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. കോർണറിൽ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട്. ഇതും അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ LED സ്ട്രിപ്പ്, അതിന് ഷെയ്ഡ് പോലെ കാണിക്കുന്നുണ്ടോ, ആ 2 സീലിങ്ങിൻ്റെ ഷെയ്ഡിലാണ് നമ്മൾ LED സ്ട്രിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ LED സ്ട്രിപ്പിനാണെങ്കിൽ നമ്മൾ പോയിൻ്റ് നേരത്തെ ഇട്ട് വെച്ചിരിക്കണം. അതിൻ്റെ അകത്താണ് LED ഡ്രൈവ് നമ്മൾ കൊടുക്കുന്നത്. LED ഡ്രൈവ് കാണാത്ത രീതിയിൽ ചെറിയൊരു ഡ്രൈവ് അത് കൊടുക്കുന്നത് SMBS തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കൊടുക്കേണ്ട LED സ്ട്രിപ്പിന് 1 മീറ്ററിന് 1 ആംപിയറെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. 1 ആംപിയർ അഡാപ്റ്ററെങ്കിലും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എവിടെയൊക്കെയാണോ ലൈറ്റുകൾ ആവശ്യം അവിടെയെല്ലാം ലൈറ്റ് പോയിൻറ്റുകൾ ആദ്യം വലിച്ചിടണം. പിന്നെ സീലിംഗ് ഫാൻ കൊടുക്കുന്ന സമയത്താണ് കുറച്ച് കൂടുതൽ കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം എത്ര മാത്രമേ ഇറങ്ങി താഴേക്ക് സീലിംഗ് വരുന്നുണ്ടോ അതിൽ നിന്നും അതായത് നമുക്ക് ഒരു 9 ഇഞ്ചെങ്കിലും ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം 9 ഇഞ്ചെങ്കിലും താഴേക്ക് നീണ്ടു നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫാനിൻ്റെ കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഫാൻ സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു 9 ഇഞ്ചെങ്കിലും താഴേക്ക് ഇറങ്ങി വരാവുന്ന രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ അളവെടുക്കുമ്പോൾ റാഡ് ഓൾറെഡി ഇടുന്ന സമയത്ത് നമുക്കത് കൊടുക്കാനായിട്ട്. പിന്നെ അതല്ല, ഓൾറെഡി നമ്മൾ ഫാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഫാനുകൾ ഓൾറെഡി നമുക്ക് അത്രയും വേണമെന്നില്ല. ഏകദേശം ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് കിട്ടിയാൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന കപ്പ് രണ്ടായിട്ട് നമുക്ക് കപ്പ് വരുന്നത്, ഫാനിൻ്റെ കപ്പ് രണ്ടായിട്ട് പൊളിച്ചെടുക്കാവുന്ന രീതിയിലുള്ള കപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ ഏതാ ഫാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റാഡ അനുസരിച്ച് ഇറക്കിയിടാൻ സാധിക്കും. ഏറ്റവും കോമൺലി വരുന്നത് നമ്മൾ മിനിമം സീലിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു 9 ഇഞ്ചെങ്കിലും താഴേക്ക് കിട്ടിയാൽ മാത്രമേ സീലിംഗ് ഫാൻ നമുക്ക് തടസ്സങ്ങളില്ലാതെ ഇടാൻ സാധിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.